അപ്പോൾ നമുക്ക് ഔഷധ കർക്കിടകത്തിലേക്ക് പോകാം. അതെ. ആയുർവേദ ചികിത്സ രോഗം വന്നാൽ മാത്രം തേടേണ്ട ഒന്നാണോ, അതോ ആരോഗ്യം സംരക്ഷിക്കാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുമുള്ള ഒരു ജീവിത ശൈലിയാണോ? ആയുർവേദ ചികിത്സയുടെ യഥാർത്ഥ പ്രാധാന്യവും പഞ്ചകർമ്മത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അറിയാം ഔഷധ കർക്കിടകം. ആയുർവേദ ചികിത്സ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. പ്രധാനമായും രോഗം കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ചികിത്സയുണ്ട്, അതുപോലെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചികിത്സയുണ്ട്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് പ്രത്യേകിച്ച് രോഗമൊന്നുമില്ല, പക്ഷേ അയാളുടെ ആരോഗ്യം കുറച്ചുകൂടെ മെച്ചപ്പെടുത്തുന്നതിനാണ് അത്തരത്തിലുള്ള ചികിത്സ ചെയ്യുന്നത്. ഇതിൽ എണ്ണ തേച്ചുള്ള കുളി, വിവിധ തരം കിഴികൾ, ധാര തുടങ്ങിയവ ഉൾപ്പെടുത്താം. എന്നാൽ രോഗമുള്ള ഒരു വ്യക്തി അയാളുടെ രോഗം മാറുന്നതിന് രോഗത്തിൻ്റെ അവസ്ഥ, രോഗിയുടെ ആരോഗ്യം, പ്രകൃതി, കാലം ഇവയെല്ലാം കണക്കിലെടുത്താണ് ചികിത്സ ചെയ്യുന്നത്. എണ്ണ തേച്ചിട്ടുള്ള കുളി, അതുപോലെ വിവിധ ഇനം കിഴികൾ, ധാര, പിഴിച്ചിൽ തുടങ്ങിയ ചികിത്സകൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ പഞ്ചകർമ്മ ചികിത്സകൾ ചെയ്താൽ മാത്രമേ ഉള്ളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യം അല്ലെങ്കിൽ ടോക്സിൻസ് പുറത്ത് കളയാൻ കഴിയുകയുള്ളൂ. ഇതിനെ നമ്മൾ ഡീടോക്സിഫിക്കേഷൻ ചികിത്സ ഇല്ലെങ്കിൽ പഞ്ചകർമ്മ ചികിത്സ എന്ന് പറയുന്നു. വാതപിത്ത കഫ ദോഷങ്ങൾ ഏതാണോ വർദ്ധിച്ചിരിക്കുന്നത് അതിനെ സന്തുലനാവസ്ഥയിൽ കൊണ്ടെത്തിക്കുന്നതിന് അനുയോജ്യമായിട്ടുള്ള ചികിത്സയാണ് പഞ്ചകർമ്മ ചികിത്സകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കഫദോഷം കുറയ്ക്കുന്നതിന് നസ്യം, അതുപോലെ വമനം തുടങ്ങിയവ ചെയ്യുന്നു. പിത്തദോഷം കുറയ്ക്കുന്നതിന് വിരേചനം, രക്തമോഷം എന്നിവ ചെയ്യുന്നു. വാതദോഷം കുറയ്ക്കുന്നതിന് വസ്തി, അനുവാസന വസ്തി ഇല്ലെങ്കിൽ കഷായ വസ്തി എന്നിവ ചെയ്തു വരുന്നുണ്ട്. ഇത്തരത്തിൽ കൃത്യമായ ഒരു ചികിത്സ എടുത്താൽ മാത്രമേ നമ്മുടെ ശരീരത്തിൽ അസന്തുലനാവസ്ഥയിൽ നിൽക്കുന്ന ദോഷങ്ങളെ സമത്തിൽ കൊണ്ടെത്തിക്കുന്നതിനും ആരോഗ്യം കൈവരിക്കാനും കഴിയുകയുള്ളൂ.